സൊല്യൂഷൻ. മക്കൾ അള്ളാഹുവിന്റെ മഹത്തായ അനുഗ്രഹങ്ങളിൽ ഒന്നാണ്. അതിൽ ആൺ പെൺ വ്യത്യാസമില്ല. അള്ളാഹു നൽകിയ മക്കളെ നല്ല നിലയിൽ വളർത്തേണ്ടത് ഓരോ മാതാപിതാക്കളുടെയും ബാധ്യതയാണ്. എങ്കിൽ അവരെ കൊണ്ട് നമുക്ക് ഇഹത്തിലും പരത്തിലും നേട്ടമുണ്ടാകും. മറിച്ചാണെങ്കിൽ മക്കളെ കൊണ്ട് വിഷമം അനുഭവിക്കേണ്ടി വരും. മക്കൾ നന്നായി കാണണമെന്ന് ആഗ്രഹിക്കാത്ത മാതാപിതാക്കൾ ഉണ്ടാകില്ല. താൻ എത്ര മോശമാണെങ്കിലും എന്റെ മക്കൾ നന്നാവണം എന്ന് ആഗ്രഹിക്കുന്നവരാണ് എല്ലാ മാതാപിതാക്കളും. മക്കൾ നന്നാവാൻ ആദ്യം വേണ്ടത് മാതാപിതാക്കൾ സ്വയം നന്നാവുക എന്നതാണ്. അവരെ കണ്ടാണ് മക്കൾ പഠിക്കുക. ചെറുപ്പം മുതലേ മതവിദ്യാഭ്യാസം നൽകുക. കുട്ടികൾക്ക് വളരാൻ നല്ല സാഹചര്യം ഒരുക്കുക. മക്കൾക്ക് ഹലാലായ ഭക്ഷണം കൊടുത്തു അവരെ വളർത്തിക്കൊണ്ടുവരിക. അവരെ ശപിക്കാതിരിക്കുക. പുറമേയുള്ള കുട്ടികളോട് താരതമ്യം ചെയ്തു ഒരു വിഷയത്തിലും സംസാരിക്കാതിരിക്കുക. മറിച്ച് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് ഓരോ രക്ഷിതാക്കളും ചെയ്യേണ്ടത്. മക്കളുടെ കാര്യത്തിൽ മാതാപിതാക്കളുടെ പ്രാർത്ഥന സ്വീകരിക്കുമെന്ന് ഹദീസിൽ കാണാം. മാതാപിതാക്കളുടെ പ്രാർത്ഥന മൂലമേ മക്കൾ നല്ലവരാകൂ എന്ന് പണ്ഡിതന്മാർ വ്യക്തമാക്കിയിട്ടുണ്ട്. കാഴ്ചയില്ലാതെ പിറന്നു വീണ ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു അവരുടെ മാതാവിന്റെ പ്രാർത്ഥന മൂലമാണ് കാഴ്ച കിട്ടിയതെന്ന് ചരിത്രം പറയുമ്പോൾ മാതാപിതാക്കളുടെ പ്രാർത്ഥന നിസ്സാരമല്ല, ഗൗരവമുള്ളത് തന്നെയാണ്. ഇനി മക്കൾ നന്നാവാൻ മാതാപിതാക്കൾ പതിവാക്കേണ്ട ആത്മീയ മരുന്ന് പറഞ്ഞു തരാം. എല്ലാ ദിവസവും സുബ്ഹ് ബാങ്ക് കൊടുത്താൽ സുബ്ഹിയുടെ മുമ്പുള്ള 2 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കുക. അതിനുശേഷമാണ് ഈ 2 പ്രാർത്ഥനകൾ ചൊല്ലേണ്ടത്. പ്രാർത്ഥന പറഞ്ഞു തരാം. അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ ഔലാദിനാ വലാ തദുർറഹും വവഫിഖ്ഹും ലിത്വാഅതിക വർസുഖ്നാ ബിർറഹും. അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ ഔലാദിനാ വലാ തദുർറഹും വവഫിഖ്ഹും ലിത്വാഅതിക വർസുഖ്നാ ബിർറഹും. അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ ഔലാദിനാ വലാ തദുർറഹും വവഫിഖ്ഹും ലിത്വാഅതിക വർസുഖ്നാ ബിർറഹും. അർത്ഥം പറയാം. അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ ഔലാദിനാ, അല്ലാഹുവേ ഞങ്ങളുടെ സന്താനങ്ങളിൽ ഞങ്ങൾക്ക് നീ അനുഗ്രഹം ബർക്കത്ത് ചൊരിയണേ. വലാ തദുർറഹും, അവരെ നീ കഷ്ടപ്പെടുത്തരുതേ അല്ലാഹ്. വവഫിഖ്ഹും ലിത്വാഅതിക, അല്ലാഹുവേ നിനക്ക് ആരാധനകൾ അർപ്പിക്കാൻ അവർക്ക് നീ തൗഫീഖ് നൽകണേ. വർസുഖ്നാ ബിർറഹും, അതാണ് വളരെ പ്രധാനപ്പെട്ടത്. വർസുഖ്നാ ബിർറഹും, അവരെ കൊണ്ട് ഞങ്ങൾക്ക് ഭാവിയിൽ നീ ഗുണം നൽകണേ അല്ലാഹ് എന്നാണ് ഈ ദുആയുടെ അർത്ഥം. ഈ ദുആ ചൊല്ലിയതിന് ശേഷം പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ അഹ്ഖാഫിലെ 15-ാമത്തെ ആയത്തിൽപ്പെട്ട ഈ ഒരു ഭാഗം ദുആ ചെയ്യുകയും ചെയ്യുക. ഏതാണ് ആ ദുആ? ദുആ പറഞ്ഞു തരാം. റബ്ബി ഔസിഅനി അൻ അഷ്കുറ നിഅമതക അല്ലതി അൻഅംത അലയ്യ വഅലാ വാലിദയ്യ വഅൻ അഅമല സ്വാലിഹൻ തർളാഹു വഅസ്ലിഹ് ലീ ഫീ ദുർരിയതി ഇന്നി തുബ്തു ഇലൈക വഇന്നി മിനൽ മുസ്ലിമീൻ. ഈ ഒരു ആയത്തും നാം ചൊല്ലുക, നിത്യം പതിവാക്കുക. തീർച്ചയായും നമ്മുടെ മക്കൾ നല്ലവരായി തീരും. പ്രമുഖരായ ഗുരുവര്യന്മാർ നിർദ്ദേശിച്ച ഫലപ്രാപ്തി കൊണ്ട് പ്രസിദ്ധമായ ഒരു പ്രാർത്ഥനയാണ് പറഞ്ഞത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മക്കളെ സ്വാലിഹീങ്ങളിലും